ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ പുതു വർഷത്തിൽ നിങ്ങളൊപ്പം വായിക്കാൻ ദൈവം ഒരു അവസരം നൽകി. നമ്മൾ തുറബാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 1 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാമത്തെ അധ്യായം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് 10-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെയാണ്. 1 Thessalonians chapter 2 verse 10 to 12. പ്രാരംഭമായിട്ട് നമുക്ക് 10-ാമത്തെ വാക്യം വായിച്ചു തുടങ്ങാം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചട്ടെ. 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ നമ്മൾ എത്ര പവിത്രമായും നീതിയായും അനീതിയുമായും നടന്നു എന്നതിൽ നിങ്ങളും ദൈവവും സാക്ഷി. ഓക്കെ, ഈ ഒരു വാക്യത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ, തലക്കെട്ട് ഇങ്ങനെയാണ്: ഗോഡ്ലി കണ്ടക്ട് ആൻഡ് മിനിസ്റ്ററിംഗ് ടു ബിലീവേഴ്സ്. വിശ്വാസികളോട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉള്ള ദൈവികമായ ഒരു പെരുമാറ്റം, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വാക്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, പൗലോസും കൂട്ടരും ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിരുന്നപ്പോൾ അവരുടെ ജീവിത ശൈലിയെപ്പറ്റിയും പെരുമാറ്റത്തെപ്പറ്റിയും വിശേഷിപ്പിക്കുന്ന 3 പ്രത്യേക വാക്കുകളാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത്, ഈ വാക്യത്തിൽ കാണുന്നത്. ഒന്ന്, ഹോളി, വിശുദ്ധമായിട്ട്. It describes one's duty towards God as part of being separate, intended for a single purpose. ഒരു ഉദ്ദേശത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തോടുള്ള ആ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് വിശുദ്ധം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമം വിശുദ്ധി എന്നുള്ള കാര്യത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പറയുമ്പോൾ it talks about someone who knows who he belongs to and is satisfied. ഒരു വ്യക്തി താൻ ആരുടേതാണെന്ന് എല്ലായ്പ്പോഴും ഓർക്കുകയും അതിൽ സംതൃപ്തനാകുന്ന ഒരു ചിന്ത. ഒരു വ്യക്തി യഹോവയ്ക്കായിട്ടാണെന്നുള്ളത് എല്ലായ്പ്പോഴും ഓർക്കുകയും അതിൽ തൃപ്തി കാണുന്ന ഒരു വ്യക്തി. അതാണ് നമ്മൾ സങ്കീർത്തനം 29:2 96:9 നമ്മൾ കാണുന്നത്. പൗലോസിനും കൂട്ടർക്കും ഈ ഒരു കാര്യത്തിൽ വളരെ ഉറപ്പുണ്ടായിരുന്നു. എന്ത് കാര്യം? ദൈവം അവരെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുത്ത് തൻ്റെ രാജ്യത്തിലേക്കും തൻ്റെ മഹത്വത്തിലേക്കും ചേർത്തു. എന്തിനാണ് അവർ ചേർത്തത്? ഈ ഭൂമിയിലുള്ള ഇനിയുള്ള അവരുടെ ആയുസ് മുഴുവൻ അവർ ദൈവത്തിൻ്റെതാകാൻ വേണ്ടിയിട്ടും ദൈവത്തിനാൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടിയിട്ടും. It's so that they would belong to God for all of their earthly life and be used for God. So to be holy in conduct, പെരുമാറ്റത്തിൽ വിശുദ്ധി പാലിക്കുക എന്നിവിടെ അർത്ഥമാക്കുന്നത് whatever behavior was exhibited by Paul and company was in awareness of the fact that they belong to God. ഇവർ ഈ സ്ഥലത്ത് കാണിച്ച പെരുമാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യത്തിലാണ് അവരെല്ലായ്പ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നത്. ഓരോ നിമിഷവും അവർ ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യത്തിൽ. So to continue the flow of thought regarding their attitude towards money, we see that this attitude was because he was set apart for God. കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ച വിഷയം പൗലോസിനും കൂട്ടറിനും പണത്തിനോടുള്ള അവരുടെ മനോഭാവം എന്താണെന്നുള്ളതാണ്. അതാണ് 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ആ ഒരു വിഷയം തുടർന്നു പോകുമ്പോൾ നാം കാണുന്നത് ഇങ്ങനൊരു മനോഭാവം പണത്തോട് താൻ കാണിച്ചത് എന്തുകൊണ്ടാണ്? താൻ ദൈവത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ച ഒരാളാണെന്നുള്ള ബോധ്യം തനിക്കുള്ളതുകൊണ്ടാണ്. ശുശ്രൂഷയിൽ മാത്രമല്ല, ജീവിതം മൊത്തത്തിൽ നോക്കിയാൽ അങ്ങനെയാണ് താൻ തന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഈ വാക്യത്തിലുള്ള അടുത്ത വാക്ക് നീതിയോട്, റൈച്ചസ്ലി. നീതിയോട് എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവവിശേഷതകൾ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തി കിട്ടിയ ആ കാര്യത്തിനനുസരിച്ചാണ് പൗലോസ് ഇവിടെ ഈ വിശ്വാസികളോട് പെരുമാറുന്നത്. His relationship and behavior with these believers was in a manner consistent with the righteous character of God's life revealed in the word. ദൈവത്തിൻ്റെ സ്വഭാവത്തിനോട് ചേർന്ന് പോകുന്ന ഒരു ജീവിതശൈലിയാണ് ഇവിടെ പൗലോസ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഓണസ്റ്റി, ട്രൂത്ത്ഫുൾ, സെൽഫ്ലെസ്, ലവിങ് ആൻഡ് സോ ഓൺ. നേരോട്, സത്യമായ, നിസ്വാർത്ഥമായിട്ടുള്ള, സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു
ജീവിതശൈലി, അതാണ് നീതി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. The Thessalonians could see what God loved and hated by observing Paul's life and his companions' life. ഈ പൗലോസിൻ്റെയും കൂട്ടരുടെയും ജീവിതം കാണുമ്പോൾ ഈ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ദൈവം സ്നേഹിക്കുന്നതെന്നും എന്താണ് ദൈവം വെറുക്കുന്നതെന്നും. അത്രയ്ക്കും ദൈവത്തോട് ചേർന്ന് പോകുന്ന ഒരു നീതിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇവർ ഇവിടെ കാഴ്ചവെച്ചത്. അടുത്തത് അനന്യമായിട്ടുള്ള, ബ്ലെയിംലെസ്, ഫ്രീ ഫ്രം ചാർജസ് ഓർ ബ്ലെയിം. ഒരു ആരോപണത്തിൽ നിന്നും ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു ജീവിതം. ബ്ലെയിംലെസ് എന്ന വാക്കുകൊണ്ട് അർത്ഥം സിൻലെസ് എന്നുള്ളതല്ല. അനന്യൻ എന്ന് പറയുമ്പോൾ പാപമില്ലാത്തവരെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ എങ്ങനെയാണ് ഈ ബ്ലെയിംലെസ് എന്നുള്ള വാക്ക് മനസ്സിലാക്കേണ്ടത്? Their conduct among the believers was pure in deed and intention, as they constantly lived and ministered in the awareness that God tested their hearts. ഈ വിശ്വാസികളുടെ ഇടയിൽ അവരുടെ പെരുമാറ്റം ക്രിയയിലും ഉദ്ദേശങ്ങളിലും ശുദ്ധി നിറഞ്ഞതായിരുന്നു. കാരണം ദൈവം അവരുടെ ഹൃദയത്തെ എല്ലായ്പ്പോഴും ശോധന ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് അവരെല്ലായ്പ്പോഴും ഈ സദസ്സിൻ്റെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിരുന്നത്. So to be blameless here means that if anyone wished to accuse them of wrong intentions and greed, they couldn't do so. അനന്യ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ആരോപണം, ഇവരുടെ ഉദ്ദേശത്തെ പറ്റിയോ സ്വാർത്ഥത്തെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുവാൻ ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനവർക്ക് കഴിയത്തില്ല. ബിക്കോസ് ദർ ഇസ് നത്തിങ് ഇൻ പോൾസ് ലൈഫ് ദാറ്റ് ദേ കുഡ് യൂസ് ടു ബ്രിങ് എനി സോർട്ട് ഓഫ് അലിഗേഷൻസ്. ഇത്തരം ഒരു ആരോപണം കൊണ്ടുവരാൻ മാത്രം പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പോലും ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. ഇതാണ് ഇവിടുത്തെ ജീവിതശൈലി. ഈ വാക്യം നമ്മളൊന്ന് നോട്ടീസ് ചെയ്താൽ ഈ പുസ്തകത്തിൽ 2ാം തവണയാണ് പൗലോസ് ദൈവത്തെ തൻ്റെ ഒരു സാക്ഷിയായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എവിടെയാണ് നമ്മളത് കണ്ടത്? ഗോഡ് ഇസ് അവർ വിറ്റ്നസ് എന്നുള്ളത് 5ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കണ്ടത്. അതേ വാക്ക് തന്നെ ഇവിടെ വരുന്നുണ്ട്. യു ആർ വിറ്റ്നസസ് ആൻഡ് സോ ഇസ് ഗോഡ്. ഓക്കെ, നിങ്ങളും സാക്ഷികളാണ്, അതുപോലെ ദൈവവും സാക്ഷി. ഇവരുടെ ഭക്തി നിറഞ്ഞ ജീവിതത്തിന് ദൈവം സാക്ഷി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാം എന്താണ് കാണുന്നത്? ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ നാമം വൃഥാവിലെടുക്കുന്നതല്ല നമ്മൾ കാണുന്നത്. അതായത് തൻ്റെ കള്ളത്തരം സാധൂകരിക്കുവാൻ ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നവനല്ല പൗലോസ്. ദിസ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് എ ക്ലീൻ മൈൻഡ് ആൻഡ് ഹാർട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ശുദ്ധി നിറഞ്ഞ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു പരിണിത ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. And the confidence that if Paul and company are put in a trial, God would vouch for Paul and company. ഒരു കുറ്റാരോപണം ഇവർക്കെതിരെ നടത്തിയാൽ ഇവർക്ക് സാക്ഷ്യം പറയാൻ ആര് വരും? ദൈവം വരും. അതിനപ്പുറം എന്താണ് വേണ്ടത് ഇവരുടെ സ്വഭാവവിശേഷതയ്ക്ക്? ഒരു സാക്ഷ്യം എന്ന് പറയാൻ ഇവർക്ക് വേറെ ഒന്നും വേണ്ട. ഇനി though Paul a Jew writes to the Thessalonians who are Gentiles, he uses a principle of the Jews which states that every matter must be settled at the word of 2 or 3 witnesses. യഹൂദനായ പൗലോസ് അന്യജാതിക്കാരായിട്ടുള്ള തെസ്സലോനിക്ക വിശ്വാസികൾക്ക് എഴുതുമ്പോൾ യഹൂദന്മാരുടെ ഇടയിലുള്ളൊരു സിദ്ധാന്തമാണ് താനിവിടെ ഉപയോഗിക്കുന്നത്. ഏത് കാര്യവും 2 or 3 സാക്ഷികളുടെ വാക്കിലാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. അപ്പോൾ തെസ്സലോനിയ വിശ്വാസികളുടെ സാക്ഷ്യവും അതോടൊപ്പം ദൈവത്തിൻ്റെ സാക്ഷ്യം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ ഭക്തി നിറഞ്ഞ പെരുമാറ്റത്തിന് വളരെ ശക്തമായൊരു തെളിവ് ഇവിടെ ഈ വാക്യത്തിൽ നൽകുന്നുണ്ട്. ഇതാണ് നമ്മൾ 10ാമത്തെ വാക്യത്തിൽ കാണുന്ന കാര്യം. ഇനി നമുക്ക് 11ഉം 12ഉം കൂടെ ഒന്ന് വായിക്കാം. വായിച്ചാൽ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെന്ന പോലെ പ്രബോധിപ്പിച്ചു ഉത്സാഹിപ്പിച്ചു സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, 11ഉം 12ഉം ആണ് നമ്മൾ വായിക്കുന്നത്.
Their ministry was characterized by calling them to live the gospel, not just to believe it. ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിൽ ഇവർ ശുശ്രൂഷ ചെയ്തപ്പോൾ ഇവരുടെ ശുശ്രൂഷയിലുള്ള ഒരു സവിശേഷത, ഇവർ ഈ വിശ്വാസികളെ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല വിളിച്ചത്, മറിച്ച് ആ സുവിശേഷം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈ അധ്യായത്തിൽ 2ാം തവണയാണ് ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രയോഗം ഇവിടെ ഉപയോഗിക്കുന്നത്. നേരത്തെ ഒരു മാതാവ് ഇടപെടുന്നത് പോലെ എന്നുള്ളത് നമ്മൾ 7ാമത്തെ വാക്യത്തിൽ കണ്ടു. ഇപ്പോൾ ഒരു അപ്പൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു അപ്പൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു അപ്പൻ തന്നെ മക്കളോട് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവരുടെ ആത്മീക പിതാക്കന്മാരെന്ന നിലയിൽ പൗലോസും ശീലാസും തിമോത്തിയോസും ഇവരുടെ ആത്മീക പിതാക്കന്മാരെന്ന നിലയിൽ എന്തൊക്കെയാണ് ഇവർ ചെയ്തത്? വാട്ട് ഡിഡ് ദേ വാണ്ട് ദ തെസ്സലോനിയൻസ് ടു റിമെമ്പർ? ഈ വിശ്വാസികൾ എന്തൊക്കെ ഓർക്കണമെന്നാണ് ഇവർ ആഗ്രഹിച്ചിരുന്നത്? അപ്പോൾ ഈ വാക്യത്തിൽ, ഈ 2 വാക്യങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, they dealt with each one of these believers and ministered to him or her in addition to the general meetings that they had as a church. അവർ പൊതുവായിട്ടുള്ള സഭായോഗത്തിൽ കാണുന്നതല്ലാതെ ഇവർ ഈ വിശ്വാസികൾ ഓരോരുത്തരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നു. ഒരു ചർച്ചിൽ ഈ പൊതുയോഗത്തിൽ വന്നു പോകുന്നു എന്നുള്ള കമ്മിറ്റ്മെൻറ്റിന് അപ്പുറം ഇവർ ഈ വിശ്വാസികളെ തുടർമാനമായിട്ട് ശുശ്രൂഷിച്ചു പോന്നു. See, they were in approaching ministry with an attitude of professionalism. ഒരു ജോലി മാത്രം ചെയ്തിട്ട് പോകുന്നു എന്നുള്ള നിലയിലല്ല ഇവർ ശുശ്രൂഷയെ കാണുന്നത്. Because they didn't restrict their ministry only to the congregational gatherings. പൊതുസഭയിൽ മാത്രമേ അവരുടെ ആവശ്യമുള്ളൂ എന്നുള്ളതും അവർ ചിന്തിക്കുന്നില്ല. Using an illustration of the Father helps us to see the commitment that they had towards these believers. ഈ വിശ്വാസികളോടുള്ള ഇവരുടെ പ്രതിബദ്ധതയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പിതാവിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവർ എടുക്കുന്നത്. A father's job doesn't stop with begetting. ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന ഒരു ജോലിയല്ല ഒരു പിതാവിൻ്റേത്. ദാറ്റ് ജസ്റ്റ് സ്റ്റാർട്ട്സ്. അത് അവിടെ നിന്നും തുടങ്ങുന്നേ ഉള്ളൂ. He sees to it that his children get the right guidance and resources to grow in this world. ഈ ലോകത്തിൽ വളരുവാൻ വേണ്ട ശരിയായ മാർഗനിർദ്ദേശങ്ങളും ശരിയായ റിസോഴ്സസും ലഭ്യമാകണമെന്നുള്ളത് തൻ്റെ ജോലിയാണ്. പോൾസ് ജോബ് ഡിഡ്ന്റ് എൻഡ് വിത്ത് ബ്രിങ്ങിങ് ദം ടു ഫെയ്ത്ത്. വിശ്വാസത്തിൽ കൊണ്ടുവന്നു, ഇനി എനിക്കൊന്നുമില്ല ചെയ്യാൻ എന്നുള്ളതല്ല പൗലോസിൻ്റെ ചിന്ത. There were 3 specific things that they did here in an ongoing way. തുടർമാനമായിട്ട് അവർ 3 പ്രത്യേക കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. 11ാമത്തെ വാക്യത്തിൽ 3 പ്രത്യേക കാര്യങ്ങൾ. ഒന്ന്, എക്സോർട്ടിങ്, പ്രബോധിപ്പിക്കുന്നു. എക്സോർട്ടിങ്, appealing to someone so that they obey, respond to a particular line of conduct. ഒരു പ്രത്യേക സ്വഭാവ വിശേഷതയോട് അവർ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു യാചന, ഒരു പ്രബോധനം, എക്സോർട്ടേഷൻ. 2, എൻകറേജിങ്, പ്രോത്സാഹനം, ടു ചിയർ അപ്പ്, അവരെ പ്രോത്സാഹിപ്പിക്കുക. Exhortation refers to following a particular line of conduct. Encouraging means to help them continue in that line of conduct. ഒരു പ്രത്യേക ജീവിത ശൈലിയിലേക്ക് പോകണമെന്നുള്ളത് പ്രബോധനമാണെങ്കിൽ, പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ ജീവിത ശൈലിയിൽ തുടരണം എന്നുള്ളതാണ്. ഇതാണ് ഈ 2 വാക്കുകളുടെയും വ്യത്യാസം. ഓക്കെ, എക്സോർട്ടേഷൻ എന്ന് പറയുന്നത് നീ ഇന്നതുപോലെ ജീവിക്കണം. പ്രബോധനം അല്ലെങ്കിൽ അതാണ് പ്രബോധനം. പ്രോത്സാഹനം എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെ ജീവിക്കണം, അതിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തുടർമാനമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3ാമതായിട്ട് ബെയറിംഗ് വിറ്റ്നസ്, ചാർജ് അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു അധികാരത്തിൻ്റെ ഒരു വാക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തുടർമാനമായിട്ട് വളരെ അധികാരത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ലൈൻ ഓഫ് തോട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ആസ് ദർ സ്പിരിച്വൽ ഫാദേഴ്സ് ഇൻ ദർ പേഴ്സണൽ മിനിസ്ട്രീസ്, ദേ കമ്മ്യൂണിക്കേറ്റഡ് വാട്ട് ദീസ് ബിലീവേഴ്സ് ഷുഡ് ഡു, encouraged them to continue their ongoing obedience to what was exhorted, and charged them when they had to.
ആത്മീക പിതാക്കന്മാരെന്ന നിലയിൽ ഇവരുടെ വ്യക്തിപരമായ ശുശ്രൂഷയിൽ ഈ വിശ്വാസികൾ എന്ത് ചെയ്യണമെന്നുള്ളത് പ്രബോധിപ്പിക്കുകയും അതിൽ തുടരുവാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ തുടരുന്നില്ലെന്ന് കാണുമ്പോൾ അവരെ ശാസിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു ആത്മീക പിതാവ് ചെയ്യുന്നത്. സാധാരണ നാം പിതാക്കന്മാരെന്ന നിലയിൽ ചെയ്തതും ഇതൊക്കെ തന്നെയാണ് ഭൗതികമായിട്ടുള്ള നിലയിൽ. This is the perfect blend of all these elements, as it is necessary for a biological father to guide his children through all these ways. ഭൗമികമായിട്ടൊരു പിതാവ് ചെയ്യുന്നതിൽ ഈ 3 കാര്യങ്ങളും ഉള്ളതുപോലെ ഒരു ആത്മീക പിതാവ് ചെയ്യുന്നു. So all of their exhortations, encouragement and charging pertain to the following things that they heard and are hearing regarding God. ഇവരുടെ പ്രബോധനവും പ്രോത്സാഹനവും ആജ്ഞാപിക്കലും ഇവർ ദൈവത്തിൽ നിന്നും കേട്ടതും ദൈവത്തെപ്പറ്റി കേട്ടതും ഇപ്പോൾ ദൈവത്തെപ്പറ്റി കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളോട് ബന്ധത്തിലാണ് ഈ 3 കാര്യങ്ങളും നടക്കുന്നത്. എന്തൊക്കെയാണ്? God, who has called these believers into his own kingdom through faith in Jesus, keeps calling these believers through the word ministry and the Holy Spirit to remind of the reality that they are citizens of God's kingdom and that they are God's people, own people. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം ഈ വിശ്വാസികളെ തൻ്റെ രാജ്യത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതേ ദൈവം തുടർമാനമായിട്ട് ഈ വിശ്വാസികളെ വചന ശുശ്രൂഷയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോർമ്മിപ്പിക്കാനാണ്? ഇവർ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പൗരന്മാരാണെന്നുള്ളതും അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നുള്ളതും പിന്നെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, God who created us to be partakers of his glory and called sinners back into a relationship where we are partakers of his divine nature is calling us through the word and through the Holy Spirit to remind us regarding displaying the evidence of God's glory in our lives. തൻ്റെ തേജസ്സിൻ്റെ പങ്കാളിയാകാൻ വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവം ആ തേജസ്സിൽ നിന്നും വീണുപോയ പാപികളെ ദൈവം തൻ്റെ രക്ഷണ ബന്ധത്തിലേക്ക് തിരികെ വിളിക്കുകയാണ്. എന്തിനാ? ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേ ദൈവം ഇപ്പോൾ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ഓർമ്മിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവ തേജസ്സിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങൾ ആ ദൈവ തേജസ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഓക്കെ, ഈ 12ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. They exhorted, encouraged and charged the Thessalonians to walk in a manner worthy of all what God reminds regarding his kingdom and glory. ഈ തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അനുസരിച്ച് ഉള്ള ഒരു ജീവിതശൈലിയിൽ നടക്കണമെന്നുള്ളതിൻ്റെ പ്രബോധനവും പ്രോത്സാഹനവും ആജ്ഞാപിക്കലും ഇവിടെ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഒരു പിതാവും മാതാവും ചെയ്തതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരുക്കി പറയാം. They are to live out the gospel through which God calls them into his own kingdom and glory. ദൈവം ഇവരെ തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും വിളിച്ചത് ഈ സുവിശേഷം എന്ന സന്ദേശത്തിലൂടെയാണ്. ആ സുവിശേഷം ഇവർ ജീവിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് ജീവിക്കുകയും ചെയ്യണം. നമ്മളിൽ പല ആൾക്കാരും ഇത് വിശ്വസിച്ചാൽ മതി എന്നും പറഞ്ഞ് അങ്ങ് നിർത്തുക. ആ ഒരു സന്ദേശം അവിടെ അങ്ങ് നിർത്തും. പക്ഷെ അതല്ല. They are not expected to stop with believing and being reminded of this truth. ഇവർ വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് ജീവിക്കണമെന്നുള്ള സത്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇനി 12ാമത്തെ വാക്യത്തിൽ നാം കാണുമ്പോൾ നമ്മൾ ഇതും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. He wasn't just calling them to live out the gospel message. 10ാമത്തെ വാക്യത്തിൽ പൗലോസും കൂട്ടരും ഇത് ജീവിച്ച് കാണിച്ചു. ആ ഒരു ജീവിതമാണ് ഇവർ ചെയ്യുന്ന ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. ഒരു ആത്മീക പിതാവ് ചെയ്യുന്നതാണ്
ആ വ്യക്തി പ്രബോധിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ 4 പാഠങ്ങൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. Number 1, as Christians, we must keep the following truths in mind when we interact and deal with others. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില സത്യങ്ങൾ, ഈ പറയുന്ന സത്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. 1, all that we do in life and ministry must be in remembrance of whom we belong to. നമ്മൾ ആരുടേതാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ച് വേണം നാം ജീവിതത്തിലും ശുശ്രൂഷയിലും ചെയ്യുന്നതെല്ലാം ചെയ്യുവാൻ. The movies we enjoy, the words we speak, the emotions we express, attitude to money and power. അതായത് നാം കാണുന്ന മാധ്യമത്തിലുള്ള എല്ലാ കാര്യങ്ങളും, നാം സംസാരിക്കുന്ന വാക്കുകൾ, നാം പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ, പണത്തോടുള്ള നമ്മളുടെ മനോഭാവം, അധികാരത്തോടുള്ള നമ്മളുടെ മനോഭാവം എന്നീ കാര്യങ്ങളിലെല്ലാം നാം നമ്മളുടെ സ്വഭാവം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ റിയാക്ഷൻ, പ്രതികരണം കാണിക്കുമ്പോൾ നാം ആരുടേതാണ് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. പലപ്പോഴും നമ്മൾ മറക്കുന്നത് അതാണ്. നമ്മളുടെ ജീവിതം പലപ്പോഴും കാണിക്കുന്നത്, നമ്മൾ പേരുകൊണ്ട് നാം ദൈവത്തിൻ്റെതാണ്, വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം എന്നൊക്കെ പാടും. പക്ഷേ നമ്മളുടെ പെരുമാറ്റത്തിൽ അതിന് വിപരീതമായിട്ടാണ് എല്ലാം കാണിക്കുന്നത്. ഈ പെരുമാറ്റം കാണുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന്. ആ പാട്ടിൻ്റെ അടികൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നാം പ്രകടിപ്പിക്കുന്ന പെരുമാറ്റം, സംസാരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ വരുമ്പോൾ, ഒരു സ്വകാര്യത നമുക്ക് കിട്ടുമ്പോൾ, പണം അധികമായാൽ, പദവികൾ അധികം കിട്ടിയാൽ, അവിടെയാണ് നമ്മൾ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരാണ്, വളരെ സാധുക്കളാണ്. ആര് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പണമോ അധികാരമോ ഒന്ന് അധികം കൊടുത്തു നോക്കിയേ, ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. എന്നാൽ നാം ആരുടേതാണെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുന്നതാണ്. പൗലോസും കൂട്ടരുടെ ജീവിതവും ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഒന്നാമത്തെ സത്യം. രണ്ടാമത്തെ കാര്യം, all what we do must be in remembrance of God's righteous character. ദൈവത്തിൻ്റെ നീതി നിറഞ്ഞ സ്വഭാവത്തിൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് വേണം നാം എല്ലാം ചെയ്യുവാൻ. സോ എ ഗുഡ് ക്വസ്റ്റ്യൻ ടു ആസ്ക് ഈസ് മൈ ആക്ഷൻ വയലേറ്റിംഗ് ഗോഡ്സ് റൈച്ചസ്നെസ്? എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ക്രിയ ദൈവത്തിൻ്റെ നീതിയെ ലംഘിക്കുന്ന ഒരു ക്രിയയാണോ എന്നുള്ളത്. ഓക്കെ, അത് സ്വയം എന്ത് ചെയ്താലും അത് ചോദിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിന്മാറും. പക്ഷേ ചോദിക്കത്തില്ല. കാരണം നമ്മൾ ഉള്ളിലെ ആഗ്രഹങ്ങൾ നാം കീഴടക്കി വെച്ചിട്ടില്ല. വി ഹാവ് സറണ്ടേഡ്. നമ്മൾ പാടും, ഓൾ ടു ജീസസ് ഐ സറണ്ടർ, എന്നുവെച്ചാൽ യേശുവിനായിട്ട് ഞാനെല്ലാം കീഴടങ്ങി വെച്ചിരിക്കുന്നു. പറച്ചിൽ മാത്രമേ ഉള്ളൂ. കാര്യത്തോടെടുക്കുമ്പോൾ ഈ കീഴടങ്ങലൊന്നുമില്ല. എന്നാൽ അത് നമ്മൾ വളരെയധികം മാറ്റേണ്ട ഒരു സമയമാണ്. ഓൾ വാട്ട് വി ഡു ആൻഡ് സേ മസ്റ്റ് ബി ഇൻ റിമെമ്പറൻസ് ഓഫ് ഗോഡ്സ് ഒംനിഷ്യൻസ് ഓഫ് അവർ മൈൻഡ്സ് ആൻഡ് ഹാർട്ട്സ്. നമ്മളുടെ മനസ്സിലും ഹൃദയത്തിലും നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും അറിവ് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ഉണ്ട് എന്നുള്ളതിന് തിരിച്ചറിവിൽ വേണം നാം എന്ത് ചെയ്യുന്നതും പറയുന്നതും. അപ്പോൾ ഇങ്ങനൊരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ എത്രത്തോളം വ്യത്യാസം നമുക്കുണ്ടാവും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതാണ് ഒന്നാമത്തെ ലെസൺ. 2, our character must be such that we would have the confidence to call upon God as our witness if there is any gossip or allegation on our intentions and deeds. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു അപവാദം അല്ലെങ്കിൽ ഒരു ആരോപണം നമ്മളുടെ ഉദ്ദേശത്തിലോ ക്രിയയിലോ കൊണ്ടുവന്നാൽ ദൈവത്തെ നമ്മൾ സാക്ഷിയായിട്ട് വിളിക്കുവാനുള്ള അത്രയും പ്രാഗൽഭ്യവും
ആത്മവിശ്വാസം ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ അത്രത്തോളം മലിനമല്ലാത്ത നിർമ്മലമായൊരു ജീവിതം നമുക്കുണ്ടാവണം. Along with the awareness that God can vouch for the purity of our hearts, it is equally important that we have human witnesses to the genuine lives we live. ദൈവം നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുമെന്നുള്ളത് കോൺഫിഡൻസ് ഉള്ളപ്പോൾ തന്നെ അതിനോട് ഒരു മറുവശം കൂടെ. അതോടൊപ്പം നാം ജീവിക്കുന്ന ശരിയായ വിശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം അത് സാക്ഷിയാകുവാനുള്ള ചില വ്യക്തികളും നമുക്കുണ്ടാവണം. See, this is not a mean that we do our righteous deeds to be seen by others. നാം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ള തലത്തിലല്ല ഞാനിത് പറയുന്നത്. മറിച്ച് അവർ റൈച്ചസ്നെസ് മസ്റ്റ് ബി വിസിബിൾ ടു അതേഴ്സ്. നമ്മളുടെ നീതി മറ്റുള്ളവർക്ക് പ്രകടമാകണം. കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്, എന്നാൽ അത് ആൾക്കാർ തിരിച്ചറിയാൻ വേണം. യേശുക്രിസ്തു മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ കപടഭക്തിക്കാർ പ്രാർത്ഥിക്കുന്ന പോലെ ചന്തസ്ഥലങ്ങളിലും ഒക്കെ പോയി നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ രഹസ്യ അറയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുക്കുന്നു. എന്നാൽ അതേ ക്രിസ്തു തന്നെ ലൂക്കോസിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥന ചെയ്യുമ്പോൾ അത് ശിഷ്യന്മാർ കാണുന്നു. പല സ്ഥലത്തും നിർജ്ജന സ്ഥലത്ത് പോയിട്ട് യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ലും പിന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ലുമൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊന്നും യേശു ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതല്ല. എന്നാൽ ആ പ്രാർത്ഥന കണ്ടിട്ട് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനോട് എന്താ ചോദിച്ചത്? ലോർഡ് ടീച്ച് us to pray. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പോൾ യേശു ക്രിസ്തു അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തതെങ്കിലും അത് ശിഷ്യന്മാർ സമയത്തിൽ കണ്ടു എന്നുള്ളത്. ആ കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നാം ജീവിക്കുന്ന ശുദ്ധമായ ജീവിതം മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ കഴിയണം. മൂന്നാമത്തെ കാര്യം, ആസ് എൽഡേഴ്സ് ആൻഡ് ഇവാഞ്ചലിസ്റ്റ്സ് we must see to it that we fulfill our fatherly roles to our congregation in our ministry through these ways. മൂപ്പന്മാരും സുവിശേഷകന്മാരും എന്ന നിലയിൽ നാം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ശുശ്രൂഷയിൽ. നമുക്ക് ഒരു പിതാവ് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് നമ്മളുടെ സദസ്സിനോടും ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 1. We must give them individual attention rather than being content with weekly meetings and sermons. പൊതുവായ സഭയോഗത്തിൽ വരികയും പ്രബോധനവും പ്രസംഗവും ചെയ്യുന്നു എന്നതിൽ തൃപ്തി കാണാതെ അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ വ്യക്തിപരമായിട്ട് ആർക്കൊക്കെയാണോ അറ്റൻഷൻ വേണ്ടത് അവർക്ക് കൊടുക്കുവാൻ അറ്റൻഷൻ നമ്മൾ കൊടുത്തേ പറ്റൂ. ജസ്റ്റ് ലൈക്ക് എ പാരൻറ്റ് നീഡ്സ് ടു ഗിവ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ടു ദി ചിൽഡ്രൻ. ഓരോ പിതാവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നത് പോലെ. സെക്കൻഡ് തിങ്, അവർ എക്സോർട്ടിങ്, എൻകറേജിങ് ആൻഡ് ചാർജിങ് ദി ബിലീവേഴ്സ് മസ്റ്റ് ബി ഗോസ്പൽ സെൻറ്റേർഡ്. നാം വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യുന്നത് സുവിശേഷ കേന്ദ്രീകരമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ നമ്മളുടെ മുൻവിധികളോ നമ്മളുടെ അഭിപ്രായങ്ങളോ വെച്ചല്ല. ഇതെനിക്കിഷ്ടമല്ല, അതൊന്നും നീ ചെയ്യരുത്, അങ്ങനല്ല. ദൈവവചനം ഇത് ശരിയല്ലെന്ന് പറയുന്നു, അതുകൊണ്ട് നീ ചെയ്യരുത്. സുവിശേഷത്തിൻ്റെ വിരോധമായിട്ടാണ് ഈ കാര്യം ഇരിക്കുന്നത്, അതുകൊണ്ട് നീ ചെയ്യരുത്. അത് പറയുന്നതിൽ ന്യായമുണ്ട്. ഇത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്നതിൽ യുക്തിയില്ല. We are not only calling them to believe and remember gospel truths, we are calling them to live it out. സുവിശേഷ സത്യങ്ങൾ വിശ്വസിക്കാനും ഓർമ്മിക്കാനും മാത്രമല്ല, അത് ജീവിക്കുവാനുമാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. പിന്നെ അവർ മിനിസ്ട്രി ഷുഡ് ഹാവ് ദ പെർഫെക്റ്റ് ബാലൻസ് ഓഫ് എക്സോർട്ടേഷൻ, എൻകറേജ്മെൻറ്റ് ആൻഡ് ചാർജ്. നമ്മുടെ ശുശ്രൂഷയിൽ ഈ 3 കാര്യങ്ങളുടെയും ഒരു ബാലൻസ്, ഒരു സന്തുലിതമായിട്ടുള്ളൊരു അവസ്ഥ നമുക്കുണ്ടാവണം. പ്രബോധനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ആജ്ഞാപിക്കലിൻ്റെയും സന്തുലിതമായിട്ടുള്ളൊരവസ്ഥ. പല സ്ഥലങ്ങളിലും പ്രോത്സാഹനം വളരെ കൂടുതലാണ്. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കത്തില്ല. ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയത്തുമില്ല. പ്രോത്സാഹിപ്പിക്കും, നല്ലപോലെ പ്രോത്സാഹിപ്പിക്കും. മറുവശത്ത് നീ ചെയ്യുന്ന തെറ്റെന്ന് മാത്രമേ പറയത്തുള്ളൂ. ഒരു നല്ല കാര്യം കണ്ടാൽ ഒരു പ്രോത്സാഹനവുമില്ല. ചില സ്ഥലങ്ങളിൽ തെറ്റ് കണ്ടാൽ പറയും, പിന്നെ
പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, പക്ഷേ ആജ്ഞാപിക്കത്തില്ല. എന്നാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു ബാലൻസ് നമുക്കുണ്ടാവണം. സോ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഈ ഭാഗത്തോട് ബന്ധമില്ലെങ്കിൽ പോലും ദിസ് ടെൽസ് us of how a father must have a balance with regarding all of these things to deal with children. ഈ പാസേജിനോട് ബന്ധമില്ലെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ കഴിയുന്ന ഒരു തൻ്റെ മക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ ഒരു പാഠം നമുക്കുണ്ട്. പ്രബോധനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ആജ്ഞാപിക്കലിൻ്റെയും ഒരു മിശ്രണം ആ പിതാവ് ശരിയായിട്ട് കാണിക്കുമ്പോൾ ഭവനത്തിൽ കാണിക്കുന്ന ആ ഒരു മിശ്രണം പിൽക്കാലത്ത് സഭയിലും അത് തൻ്റെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ കാണിക്കും. അതുകൊണ്ടാണല്ലോ 1 തിമോത്തിയോസ് 3 ഭവനത്തെ നേർവഴിക്ക് നടത്തുവാൻ കഴിയാത്തൊരു വ്യക്തി ദൈവസഭ എങ്ങനെ നയിക്കുമെന്നുള്ളതിൻ്റെ കണക്ഷൻ അതാണ്. എ ഗുഡ് ഫാദർ ക്യാൻ ബി എ ഗുഡ് പാസ്റ്റർ. ഒരു നല്ല പിതാവിന് മാത്രമേ ഒരു നല്ല ഇടയനാകുവാൻ കഴിയത്തുള്ളൂ. സോ ഇതും ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്കിതെടുക്കാം. 4-മതായിട്ട്, എ മിനിസ്റ്റർ ഓഫ് ഗോഡ് ഹാസ് ദ റൈറ്റ് ടു എക്സോർട്ട്, എൻകറേജ് ആൻഡ് ചാർജ് അതേഴ്സ് ടു ലിവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗോസ്പൽ ഓൺലി വെൻ ഹിസ് ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്. ഒരു ദൈവ ശുശ്രൂഷകന് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ആജ്ഞാപിക്കുവാനും കഴിയുന്നത് ഇത് സുവിശേഷത്തിനൊത്തവണ്ണം ജീവിക്കണം ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു അധികാരമുള്ളത് എപ്പോഴാണ്? ആ പ്രസംഗിക്കുന്ന ആളുടെ ജീവിതവും ഇത്തരത്തിലാകുമ്പോഴാണ്. പൗലോസും കൂട്ടരും അത് ആദ്യം ജീവിച്ച് കാണിച്ചിട്ടാണ് പിന്നെ ഇത് ഒരു പ്രബോധനത്തിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ സ്വയം യോഗ്യതയില്ലെങ്കിൽ നമുക്കത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാൻ യാതൊരു അധികാരവുമില്ല എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സോ ഇതോടെ നമ്മളുടെ ഈ ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത തവണ നമ്മൾ നേരിൽ കാണുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. അടുത്ത തവണ വരുമ്പോൾ നിങ്ങളത് വായിച്ച് ധ്യാനിച്ച് വരിക. നമുക്കത് ഒരുമിച്ച് പഠിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുവാനാകട്ടെ.